കോടതിയും സുപ്രീം കോടതിയും ഹൈക്കോടതിയും നമ്മുടെ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയണത്. ഓക്കെ, അപ്പൊ ഈ റിട്ടുകളെ പറ്റിയാണ്. ഇത് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അത്രയും തവണ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ, PSCയുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ PYQ നന്നായിട്ട് പഠിക്കണവരാണെങ്കിൽ അറിയാം, റിട്ടുകളെ പറ്റി ചോദിക്കും. റിട്ട് എന്ന് പറഞ്ഞ ഒരു ആശയം എവിടെന്നാ കടം എടുത്തിരിക്കുന്നതെന്നാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. ബ്രിട്ടനിൽ നിന്ന്. റിട്ട് ബ്രിട്ടൻ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പൊ റിട്ടുകൾ എന്ന ആശയം നമ്മുടെ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ എന്ന രാജ്യത്തിൽ നിന്നാണ്. ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് കടം എടുത്ത കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ പറയണത് റിട്ടിനെ പറ്റിയാണ്. ഇനി ഈ റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ കുറെ മൗലിക അവകാശങ്ങളുണ്ട്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ നമ്മൾ പറയണ ഈ മൗലിക അവകാശങ്ങൾ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ്. കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേ രണ്ട് കോടതിക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ഒന്ന് സുപ്രീം കോടതിക്കും, പിന്നെ അതേപോലെ തന്നെ ഹൈക്കോടതി. വേറെ ഒരു കോടതിക്കും, ഇത് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയണതാണ്, വേറെ ഒരു കോടതിക്കും, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അല്ലാണ്ട് വേറെ കോടതികൾക്കോ ഒന്നും തന്നെ ഈ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. ഇനി റിട്ട് എന്നൊരു വാക്ക് ഏത് ലാംഗ്വേജിൽ നിന്നാണെന്നുള്ളത് ആണെങ്കിൽ ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ് റിട്ട് എന്ന പദം വന്നത്. ഓക്കെ, അപ്പൊ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അത് സംരക്ഷിക്കാനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ റിട്ട് എന്ന് പറയാ. ബ്രിട്ടണിൽ നിന്നാണ് കടമെടുത്തത്. മെയിൻ ആയിട്ട് 5 തരം റിട്ടുകളാണ് ഉള്ളത്. റിട്ടുകൾ 5 തരം. ഇതും ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എത്ര തരം റിട്ടുകൾ ഉണ്ടെന്ന്. 5 തരാണ് റിട്ടുകൾ ഉള്ളത്. ഒന്ന് ഹേബിയസ് കോർപ്പസ്, 2 മൻഡാമസ്. മൻഡാമസ് എന്നാണെങ്കിലും ഞാൻ മാൻഡമസ് എന്ന് പറയാണ്. നിങ്ങൾക്ക് പിന്നീട് ഞാൻ കോഡ് പറയുമ്പോൾ പറയാം. അപ്പൊ മൻഡാമസ്, അതേപോലെ തന്നെ പ്രൊഹിബിഷൻ, കോ വാറന്റോ, സെർഷ്യോററി. ഒന്നുകൂടി നമുക്ക് ഇതിന്റെ പേര് പഠിക്കാം. 5 പേരാണ്, 5 റിട്ടുകളാണ് ഉള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോ വാറന്റോ, സെർഷ്യോററി. ഓക്കെ, 5 റിട്ടുകൾ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോ വാറന്റോ, സെർഷ്യോററി. ഇത് ഓരോന്നും ഈ റിട്ടുകൾ എന്താണ് ആ റിട്ട് എന്നും ആ റിട്ടിന്റെ മീനിങ്ങുകളൊക്കെ എന്താണെന്നൊക്കെ ഒരുപാട് വട്ടം മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന കാര്യമാണ് റിട്ടുകൾ. 5 തരം റിട്ടാണുള്ളത്. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആകെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും മാത്രമാണ്. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനാണ്. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കുക. റിട്ടുകൾ പുറപ്പെടുവിക്കാനായിട്ട് സുപ്രീം കോടതിക്ക് അനുവാദം ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. അതേപോലെ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. ഇത് എപ്പോഴും ചോദിക്കേണ്ടതാണ്. സുപ്രീം കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 32, ഹൈക്കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഈ പറഞ്ഞ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഇനി ഈ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അത് മൗലിക അവകാശങ്ങളുടെ എന്തെങ്കിലും ലംഘനം ഉണ്ടായി മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുക. എന്നാൽ ഹൈക്കോടതി മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല, അതേപോലെ തന്നെ നിയമാവകാശങ്ങൾ, പൗരന്മാരുടെ നിയമാവകാശവും കൂടി സ്ഥാപിച്ചു കിട്ടാനായിട്ട് റിട്ട് ഇറക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സുപ്രീം കോടതിയെക്കാളും റിട്ട് അധികാരം കൂടുതൽ പവർ ഉള്ളത് ഹൈക്കോടതിക്കാണെന്ന് ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് പറയാം. അപ്പൊ അതാണ് ഈ പറയണത്. മൗലിക അവകാശങ്ങളോടൊപ്പം അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനും ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കും. അതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയിൽ നിന്ന് നോക്കുമ്പോൾ സുപ്രീം കോർട്ടിനേക്കാളും കുറച്ചും കൂടി വിശാലാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി അധികാരം കൂടുതലാണ് എന്നൊക്കെ പറയുന്നതിന് കാരണം. ഇത്രയും ക്ലിയർ ആയോ? റിട്ട് കിട്ടിയാ? റിട്ടുകൾ ഇപ്പൊ ഈ പറഞ്ഞ ഓരോ പോയിന്റും PYQ ആണ് കേട്ടോ. എത്ര തരം റിട്ട് ഉണ്ട്? 5 തരം റിട്ട് ആണുള്ളത്. റിട്ട് എവിടെന്നാ കടം കൊണ്ടത് നമ്മള്? ബ്രിട്ടൻ. റിട്ട് ബ്രിട്ടൻ ട്ടോ. 5 തരം റിട്ട് ആണുള്ളത്. ഇനി
സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിള് 32. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുക. എന്നാൽ ഹൈക്കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 226 പ്രകാരം കേട്ടോ. റിട്ട് എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷ എന്ന് വന്ന വാക്കാണ് കേട്ടോ, റിട്ട് എന്നുള്ള വാക്ക്. ഓക്കെ, ഇനി ആദ്യം നമ്മൾ പഠിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ശരീരം ഹാജരാക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ ഈ ഈച്ചരവാര്യറിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിച്ച ഒരു കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഫേമസ് ആയിരുന്നു. അപ്പോ ഈ ഒരാളെ നിയമവിധേയം അല്ലാണ്ട് ഒരാളെ തടവിൽ വെച്ചിട്ടുണ്ടെന്ന് അറിയുകയാണെങ്കിൽ അവരെ മോചിപ്പിക്കാൻ വേണ്ടി കോടതി ഉണ്ടാക്കണ ഒരു പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക. എവിടെയാണോ നിയമവിധേയ അല്ലാണ്ട് ഇപ്പൊ ഈ ഒളിച്ചോട്ടം അങ്ങനെയുള്ള കേസുകളൊക്കെ ഇങ്ങനെ പാരന്റ്സ് ഹേബിയസ് കോർപ്പസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ മോചിപ്പിക്കാൻ വേണ്ടി കോടതി ഇറക്കണ റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇനി ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ്. അത് 1215 ജൂൺ 15 ജോൺ രാജാവ് കൊണ്ടുവന്നാണ് ആദ്യമായിട്ട് ഈ മാഗ്ന കാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞ റിട്ട് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഹാജരാക്കുക. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഹാജരാക്കുക. പൊതുസ്ഥാപനങ്ങൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഒക്കെ ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാം. ഓക്കെ, ഇനി ഇപ്പൊ ഒരു പോലീസുകാരൻ ഒരാൾ ഒരു ക്രിമിനൽ കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസിന് ജെനുവിൻ ആയിട്ടുള്ള റീസണിൽ പോലീസുകാരൻ കൊണ്ട് ജയിലിൽ കൊണ്ടിടാണ്. അത് അവിടെ ഒരു തടവ് നിയമാനുസൃതമായിട്ടുള്ള ഒരു കേസാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളെ അനധികൃതമായിട്ട് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഹേബിയസ് കോർപ്പസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, അവിടെ ആ തടവ് നിയമാനുസൃതമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ഈ പറഞ്ഞ ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല. അത് ഏതൊക്കെ സന്ദർഭമാണെന്ന് പറയാണ്. ഒന്ന്, തടവ് നിയമാനുസൃതമാണെങ്കിൽ. പിന്നെ നിയമനിർമ്മാണ സഭ കോടതീയ ലക്ഷ്യങ്ങൾക്കുള്ള നിയമ നടപടിയാണ്. കോടതീയ ലക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. തടങ്കലിൽ വെക്കാൻ അവകാശമുള്ള കോടതിയാണെങ്കിൽ തടവ് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിൽ മാത്രമാണ്, ഈ പറഞ്ഞ കുറച്ച് കണ്ടീഷനിൽ മാത്രമാണ് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ സാധിക്കാത്തത്. ഇവിടെ നിങ്ങൾ രണ്ട് കാര്യം പഠിച്ചാൽ മതി. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക എന്നാണ് പറയുന്നത്. ഒരാളെ നിയമവിധേയം അല്ലാണ്ട് എവിടെയെങ്കിലും തടങ്കലിൽ വെച്ചിട്ടുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ കൊടുക്കാവുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. ഓക്കെ, അത്രയാണ് അവിടെ പഠിക്കേണ്ടത്. ഈ റിട്ട് മനസ്സിലായോ? ഹേബിയസ് കോർപ്പസ് മനസ്സിലായോ? ഹേബിയസ് കോർപ്പസ് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ശരീരം ഹാജരാക്കുക എന്നതാണ് അതിന്റെ അർത്ഥം കേട്ടോ, ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം. അത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തതാണ് മാൻഡമസ്. ഈ മാൻഡാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മാൻഡമസ് എന്ന് പറയാൻ കാരണം മാൻ മസ്റ്റ്, അങ്ങനെ നിങ്ങൾ ആലോചിക്കട്ടെ ആ വാക്ക് മാൻ മസ്റ്റ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മനുഷ്യൻ നിങ്ങൾ എന്തായാലും ചെയ്യുക, ഒരു വ്യക്തിയോട് എന്തായാലും ചെയ്യാന്നുള്ള രീതിയിലാണല്ലോ മാൻ മസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുമ്പോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മാൻഡമസ് എന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം, ഒരു കൽപ്പന എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തായാലും ചെയ്യണം, നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് വരണം എന്ന് ഞാനൊരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനൊരു ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ കൽപ്പിക്കുന്ന പോലെയാണ്. ഓക്കെ, അപ്പൊ അതേപോലെ നിങ്ങൾ ആ വാക്കിൽ നിന്ന് തന്നെ പഠിച്ചാൽ മതി. മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ മസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിച്ചു, അപ്പൊ നമ്മുടെ കർത്തവ്യം നിറവേറ്റണില്ല എന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ പൊതു സ്ഥാപനത്തെയോ അവരോട് പറയാൻ പറ്റുന്ന ഒരു റിട്ടാണ്
മാൻഡമസ് എന്തായാലും ചെയ്യണം, സ്വന്തം കർത്തവ്യം എന്തായാലും ചെയ്യണം, അങ്ങനെ വെച്ച് പഠിച്ചാൽ മതി. അപ്പൊ പൊതുസ്ഥാപനം, കീഴ്ക്കോടതി, ട്രിബ്യൂണൽ, സർക്കാർ, കോർപ്പറേഷൻ തുടങ്ങിയവയ്ക്ക് എതിരെ ആയിരിക്കും അപ്പൊ മാൻഡമസ് പുറപ്പെടുവിക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് മൊത്തത്തിലായിട്ടും ആണ് ഈ പറഞ്ഞ മാൻഡമസ് എന്ന് പറഞ്ഞ റിട്ട് കോടതി പുറപ്പെടുവിക്കുന്നത്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക. മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം കൽപ്പിക്കുന്നു. ഓക്കെ. ഇനി ഈ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോ പറഞ്ഞത് ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു പൊതു സ്ഥാപനത്തിനെതിരെയോ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുക. അല്ലാണ്ട് സ്വകാര്യ വ്യക്തി, സ്വകാര്യ സ്ഥാപനം എന്നിവയ്ക്കെതിരെ ഇത് പറ്റില്ല. അതേപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രപതിക്കോ സംസ്ഥാന ഗവർണർമാർക്കോ എതിരെ സാധിക്കില്ല. എപ്പോഴും ഈ രാഷ്ട്രപതി, ഗവർണർ എന്ന് പറഞ്ഞ രണ്ട് പോസ്റ്റ് കുറച്ചും കൂടി ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി പോസ്റ്റ് വൈസ് കൂടുതൽ ഒരു പ്രഥമ പൗരൻ എന്നുള്ള രീതിയിലുള്ള ഒരു പരിഗണന കൂടുതലുണ്ട് രാഷ്ട്രപതിക്കും ഗവർണർക്കും. അതുകൊണ്ടാണ് അവർക്കെതിരെ സാധിക്കില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സേവന കാലാവധി അവസാനിച്ചിട്ടില്ലാത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ സാധിക്കില്ല. ഈ ചീഫ് ജസ്റ്റിസ് അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ മാറ്റണമെങ്കിൽ നിയമ നടപടികളൊക്കെ ഭയങ്കര കൂടുതലാണ്. അവരെയൊക്കെ അങ്ങനെ നിയമനിർമ്മാണത്തിനെ അത്രയും പവർഫുൾ ആക്കാൻ വേണ്ടി ഈ പറഞ്ഞ ചീഫ് ജസ്റ്റിസ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്ക് ഭയങ്കര പവർ കൂടുതലാണ്. നമ്മൾ ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാര്യം ക്ലിയറോ. ഏതെങ്കിലും കരാറിൽ നിന്നുണ്ടാകുന്ന ബാധ്യത നടപ്പിലാക്കാൻ സർക്കാരിനെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ നിയമാനുസൃതമല്ലാതെ പ്രവർത്തിക്കാൻ ഒരു സ്ഥാപനത്തെ നിർബന്ധിക്കുന്നതിന് മാൻഡമസ് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. ഓക്കെ. അപ്പൊ ഇതൊന്നും പഠിച്ചില്ലേലും കുഴപ്പമില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ സ്വകാര്യ വ്യക്തികൾക്കെതിരെ അല്ല ഇത് കൊടുക്കണത്, മെയിൻ ആയിട്ട് ഗവൺമെന്റ് അണ്ടറിൽ വരണ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കെതിരെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. മാൻ മസ്റ്റ്, സ്വന്തം കർത്തവ്യം ചെയ്യാൻ വേണ്ടി. അപ്പൊ നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. ഹേബിയസ് കോർപ്പസ് ആ കണ്ടന്റ് എന്താന്ന് മനസ്സിലാക്കിയാൽ മതി. മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്തവ്യം ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്ന റിട്ടാണ്. ക്ലിയർ ആണോ? ഹേബിയസ് കോർപ്പസ് കിട്ടിയാ, ശരീരം ഹാജരാക്കുക. മാൻഡമസ് കിട്ടിയാ, ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഹൈക്കോടതി 226. 226. സുപ്രീം കോടതി ആണെങ്കിലോ 32. ഓക്കെ. ഇതിലെ ഇങ്ങനെ ഞാൻ ഫോക്കസ് ചെയ്ത് പറയണ കാര്യങ്ങൾ എന്തായാലും പഠിക്കാം കേട്ടാ. അടുത്തതാണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കാര്യം വിലക്കണ പോലെയല്ലേ നിങ്ങൾക്ക് ആ വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത്. പ്രൊഹിബിറ്റ് ചെയ്യുക, പ്രൊഹിബിഷൻ എന്ന് പറയണത് അതേപോലെ തന്നെയാണ്, അതിന്റെ അർത്ഥം പോലെ തന്നെയാണ് അത് ഉപയോഗിക്കണത്. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്ന റിട്ട്. അതായത് ഇപ്പൊ കീഴ്ക്കോടതി ഉണ്ട്, കുറെ കോടതികൾ ഉണ്ടല്ലോ. അപ്പൊ ഈ താഴ്ന്ന ലെവലിലുള്ള കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയാണെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹൈക്കോടതിക്കും അതേപോലെ സുപ്രീം കോടതിക്കും ഒക്കെ അവരുടെ ആ അധികാര പരിധിനെ ഒന്ന് വിലക്കാൻ വേണ്ടി, അത് ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇറക്കണ റിട്ടാണ് പ്രൊഹിബിഷൻ. അധികാര പരിധി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, കീഴ്ക്കോടതികൾ അധികാര പരിധി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. അപ്പൊ ആ വാക്ക് പോലെ തന്നെ വിലക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ. പിന്നെ നമുക്കറിയാലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതായത് അസുഖം വന്നു കഴിഞ്ഞിട്ട് അസുഖം വന്നിട്ട് നിലവിളിക്കണേക്കാളും മുന്നേ അതിനുള്ള മുൻകരുതൽ എടുക്കണതാണ് നല്ലത് എന്ന് പറയില്ലേ. അപ്പൊ അത് അടിസ്ഥാനമാക്കി വരുന്ന റിട്ട് ഏതാന്ന് ചോദിച്ചാൽ അത് പ്രൊഹിബിഷൻ ആണ് കേട്ടോ. ഇനി നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാനായിട്ടൊക്കെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ഓക്കെ. ജുഡീഷ്യൽ, ഇത് ആകെപ്പാടെ ഈ പറഞ്ഞ കോടതികളെ മാത്രമാണ്, അങ്ങനെയുള്ള അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ മാത്രമാണ് ഈ പ്രൊഹിബിഷൻ റിട്ട് ഇറക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കെതിരെയാണ് പ്രൊഹിബിഷൻ റിട്ട് ഇറക്കണത്. അതാണ് ഈ ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ. ഈ ക്വാസി ജുഡീഷ്യൽ ഒക്കെ എന്താന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ റിട്ട്
പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞ റിട്ട്. അത് അധികാര പരിധി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. അതായത് കീഴ്ക്കോടതികൾ അതിന്റെ അധികാര പരിധി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. അത് ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രമാണ് ഈ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ പറഞ്ഞത് ഹേബിയസ് കോർപ്പസ്, അത് ശരീരം ഹാജരാക്കുക, അന്യായമായിട്ട് ആരെങ്കിലും പിടിച്ച് നിയമവിധേയനമല്ലാണ്ട് ആരെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പുറപ്പെടുവിക്കാൻ പറ്റണ റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ആ ജോലി അവരുടെ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ അധികാര പരിധി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കണ റിട്ടാണ്. ഓക്കെ, അടുത്തതാണ് സെർഷ്യോററി. നേരത്തെ നമ്മൾ പറഞ്ഞത് അധികാര പരിധി ലംഘിച്ചിട്ടുണ്ടെങ്കിലാണ് പ്രൊഹിബിറ്റ് ചെയ്യുക, വിലക്കാൻ വേണ്ടിയിട്ടുള്ള റിട്ടാണ് ഇത്. ഇനി ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക്, ഈ മേൽക്കോടതി എന്ന് പറയുമ്പോൾ ജില്ലാ കോടതി, ഹൈക്കോടതി, അങ്ങനെ ഉയർന്ന കോടതികളുണ്ട്, താഴെ കുറെ കീഴ്ക്കോടതികളുണ്ട്. അപ്പൊ മജിസ്ട്രേറ്റ് കോടതി, മുൻസിഫ് കോടതി, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കോടതികളുണ്ട്. അപ്പൊ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന ആ റിട്ടിനെ പറയണതാണ് സെർഷ്യോററി. അതിന്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക, വിവരം നൽകുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, സെർഷ്യോററി എന്ന് പറയുമ്പോ അവിടെ ഒരു സെർ എന്ന് പറയുമ്പോ CER സ്റ്റാർട്ട് ചെയ്യണത്, സെർഷ്യോററി CER ആ വാക്കില് സെർഷ്യോററി. അപ്പൊ ടു സർട്ടിഫൈ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക, സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരു സാക്ഷ്യ പത്രമാണല്ലോ. അപ്പൊ ടു സർട്ടിഫൈ അല്ലെങ്കിൽ വിവരം നൽകുക, അങ്ങനെയൊക്കെ അർത്ഥം വരുന്ന റിട്ടാണ് സെർഷ്യോററി. ഇനി മേൽക്കോടതിയുടെ വിലയിരുത്തലിനായി കീഴ്ക്കോടതിയിലെ പരിഗണനയിലിരിക്കും, അതൊന്നും നിങ്ങൾ നോക്കണ്ട, ഇത്രേ ഉള്ളൂ. കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ട് ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. അതിന്റെ അർത്ഥവും പഠിക്കുക, സർട്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ വിവരം നൽകുക, ടു സർട്ടിഫൈ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. സെർഷ്യോററി റിട്ട് ആദ്യം ക്രിമിനൽ കേസിലാണ് പുറപ്പെടുവിച്ചതെങ്കിൽ പിന്നീട് സിവിൽ കേസിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. അത് ജസ്റ്റ് അറിഞ്ഞാൽ മതി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയാണ് എതിരായിട്ടാണ് ഈ സെർഷ്യോററി റിട്ട്. ഓക്കെ, അപ്പോ ഇത്രയാണ് 5 തരം റിട്ടുകൾ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സ്വകാര്യ വ്യക്തികൾക്ക് എതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടാണ് മാൻഡമസ്. ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സ്ഥാപനങ്ങൾ അവർക്കാണ് പറ്റുള്ളൂ. സെർഷ്യോററിയും പ്രൊഹിബിഷനും കോടതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഈ പറഞ്ഞത് റിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഈ 3 റിട്ടുകള് സ്വകാര്യ വ്യക്തികൾക്ക് എതിരെ പുറപ്പെടുവിക്കാൻ കഴിയില്ല. അപ്പൊ ഇത്രയാണ് റിട്ടുകളെ പറ്റി പഠിക്കുക. ഓരോന്നിന്റെയും അയ്യോടാ, ഇതിൽ ഒരെണ്ണം വിട്ടുപോയി, കൊവാറന്റോ കൊടുത്തിട്ടില്ല. കൊവാറന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തധികാരം എന്നാണ് അതിന്റെ അർത്ഥം. കൊവാറന്റോ ഒരു റിട്ട് നോട്ടിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി, ഞാൻ പറഞ്ഞുതരാം. കൊവാറന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു റിട്ടാണ് കൊവാറന്റോ. അതായത് എന്തധികാരം, കൊവാറന്റോ. നിങ്ങൾ അതങ്ങനെ ആ സെന്റൻസ് അങ്ങനെ തന്നെ ഒന്ന്, കൊവാറന്റോ എന്തധികാരം, തനിക്ക് എന്തധികാരം ഉള്ള എന്ന് ചോദിക്കില്ലേ, അതാണ് അതിന്റെ അർത്ഥം. എന്തധികാരം എന്നാണ് കൊവാറന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പദത്തിന്റെ അർത്ഥം. അതായത് ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഒരു ജോലിയാണ് ചെയ്യണേന്ന് വിചാരിക്കും, അപ്പൊ നമ്മൾ ഇറക്കണ റിട്ടാണ്, നമ്മളല്ല കോടതി ഇറക്കണ റിട്ടാണ് കൊവാറന്റോ. എന്തധികാരം, നിങ്ങൾക്ക് എന്തധികാരം ഉണ്ട് ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു റിട്ടാണ് കൊവാറന്റോ എന്ന് പറയുന്നത് കേട്ടോ. എന്തർത്ഥം അല്ല, എന്തർത്ഥം അല്ല, എന്തധികാരം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊരു ആൾക്കും പൊതു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ കൊവാറന്റോ റിട്ടിലൂടെ ഹർജികളൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അതായത് ആ വ്യക്തിനെ, ഇപ്പൊ ചില കേസുകളൊക്കെ നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടോ, ഇയാള് എന്തിന്റെ VC ഓരോ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ എങ്ങനെയാണ്, ഏത് വഴിക്കാണ് ഇയാൾക്ക് അധികാരം കിട്ടിയത് ഈ പോസ്റ്റിൽ ഇരിക്കാൻ എന്നൊക്കെ പറഞ്ഞ കുറെ ചർച്ചകളൊക്കെ കണ്ടിട്ടില്ലേ. അങ്ങനെയൊക്കെ എന്തധികാരം. അപ്പൊ അതൊക്കെ ആർക്ക് വേണമെങ്കിലും, ഒരു പൊതു താല്പര്യാർത്ഥം ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു റിട്ട് ഇറക്കാൻ വേണ്ടി നമുക്ക് കോടതിനെ സമീപിക്കാം. ഇനി കോടതിക്ക് അത് ശരിയാണ്, അയാൾക്ക് അങ്ങനെ ഇരിക്കാൻ, ഒരു പോസ്റ്റിൽ ഇരിക്കാനായിട്ട് അവകാശം ഒന്നും ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിനെ നീക്കം ചെയ്യാനൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒക്കെ അധികാരമുണ്ട്. അതാണ് കൊവാറന്റോ എന്ന് പറഞ്ഞ റിട്ട്. കൊവാറന്റോ എന്ന് പറഞ്ഞ എന്ത് അധികാരമാണ് ഉള്ളത്. ഓക്കെ,
ക്ലിയർ ആയോ? ഈ പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൊവാറന്റോ റിട്ടൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അറിഞ്ഞാൽ മതി. കിട്ടിയോ? 5 റിട്ടുകൾ മനസ്സിലായോ? അതിന്റെ മീനിങ് പഠിക്കുക, എന്താണ് അതിന്റെ പർപ്പസ് എന്ന് പഠിച്ചാൽ മതി. വേറെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണ്ട. പിന്നെ ഈ 32ഉം 226 ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നാണ്, അതും പഠിക്കണം. ഓക്കെ, 2 ആർട്ടിക്കിൾ പഠിക്കാം. 32 പ്രകാരം സുപ്രീം കോടതിക്കും 226 പ്രകാരം ഹൈക്കോടതിക്കുമാണ് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് അധികാരമുള്ളത്. 5 തരം റിട്ട് ഉണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞത് ഹേബിയസ് കോർപ്പസ്, അത് ശരീരം ഹാജരാക്കുക. മാൻഡമസ് എന്ന് പറഞ്ഞാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ഒരു കർത്തവ്യം നിറവേറ്റിയില്ലെങ്കിൽ അതെന്തായാലും ചെയ്യണം, അങ്ങനെ ഒരു രീതിയിൽ. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ അധികാരപരിധി കീഴ്ക്കോടതി ലംഘിച്ചു കഴിഞ്ഞാൽ പുറപ്പെടുവിക്കുന്നതാണ്. പിന്നെ സർഷ്യോററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫൈ ചെയ്യുക, സാക്ഷ്യപ്പെടുത്തുക എന്നാണ് അർത്ഥം. കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് സർഷ്യോററി. കൊവാറന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തധികാരം, ആ പോസ്റ്റിലിരിക്കാൻ എന്തധികാരം എന്ന രീതിയിലാണ് കൊവാറന്റോ എന്നുള്ള റിട്ട്. ക്ലിയർ ആയോ? 5 റിട്ടുകൾ ക്ലിയർ ആയോ? പഠിച്ചില്ലേ? എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? 5 റിട്ടുകൾ ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ, അപ്പം മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം എന്താ? മെൻഡാമസ് എന്നാണ് കേട്ടോ. ഞാൻ അത് കിട്ടാൻ വേണ്ടി ഞാൻ ആ വാക്ക് അങ്ങനെ നാം പറയണോ? കൽപ്പിക്കുന്നു. നാം കൽപ്പിക്കുന്നു. ഓക്കെ, ഇനി ഹേബിയസ് കോർപ്പസ് റിട്ട് എവിടെയാണ് ആദ്യമായിട്ട് എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാ? മാഗ്ന കാർട്ട. മാഗ്ന കാർട്ടയില്. ഓക്കെ ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. നിയമവിരുദ്ധമായി ആൻസർ പറഞ്ഞോ. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് കേട്ടോ. ഓക്കെ, രണ്ടൂന്ന് പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. ശരിയാണോ? കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. പറയൂ, കിട്ടളേ? തെറ്റാണോ? കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന ഉത്തരവല്ല പ്രൊഹിബിഷൻ. അത് ശരിയല്ലേ സ്റ്റേറ്റ്മെന്റ്? കീഴ്ക്കോടതി വിലക്ക്, അതായത് കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക അത് തന്നെ. കീഴ്ക്കോടതിക്കാണല്ലോ ആ റിട്ട് കൊടുക്കണത്. സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും കീഴ്ക്കോടതിക്കാണ് വിലക്കണത് അല്ലെ. അധികാരപരിധി ലംഘിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കീഴ്ക്കോടതിക്കാണ് ആ റിട്ടുകള് പുറപ്പെടുവിക്കുന്നത് അല്ലെ. കീഴ്ക്കോടതിയെയാണ് അത് ബാധിക്കണത്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കീഴ്ക്കോടതികൾക്ക് മേലാണ് ആ റിട്ട് ചുമത്തുന്നത്. അവരധികാരപരിധി ലംഘിച്ചതുകൊണ്ട് അവർക്കാണ്, കീഴ്ക്കോടതിക്കാണ് ആ പറഞ്ഞ ഉത്തരവ് കിട്ടണത്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ശരിയാണ്. അതെ. ഓക്കെ, അടുത്തത്, ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്. അതെ, ശരിയാണ്. ശരിയാണ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായത് കേട്ടോ. ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. തെറ്റാണ്. ആകെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും. ഈ റിട്ടിന്റെ മലയാളമാണ് കേട്ടോ ഉത്തരവ് എന്നുള്ള രീതിയിൽ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി അടുത്തത്, മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്തധികാരത്തിൽ എന്നാണ്. ശരിയോ തെറ്റോ? ശരി. മാൻഡമസ് നാം കൽപ്പിക്കുന്നു. അപ്പൊ എന്തധികാരത്തിൽ എന്നുള്ളത് ഏത് റിട്ടാ? കോവാറന്റോ. കോവാറന്റോ.
ഓക്കെ, ഇനി അടുത്തത് ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് 256. തെറ്റാണ്. ഏതാ ആർട്ടിക്കിള്? 226. 226. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് 226. ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെ പറ്റി പറയുന്നു. ശരി. ഓക്കെ, എല്ലാത്തിന്റെയും അർത്ഥമൊക്കെ കിട്ടിയില്ലേ? ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, മാൻഡമസ് നാം കൽപ്പിക്കുന്നു, സെർഷ്യോററി സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക, പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ വിലക്കുക, വാറന്റ് എന്തധികാരം കേട്ടോ. പിന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഏത് ഉത്തരവാണ്? പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ. ഓക്കെ. അതായത് ഒരു രോഗം വരുന്നതിനും നല്ലതാണല്ലോ അതിനുവേണ്ടി പ്രിക്കോഷൻ എടുക്കുക. അപ്പൊ പ്രൊഹിബിറ്റ് ചെയ്യുക, അവിടെ ഒരു വിലക്ക് ഉണ്ടാക്കുക. ഇപ്പൊ കൊറോണ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് വെച്ചോണ്ടിരുന്നത്. അപ്പൊ മാസ്ക് വെക്കണം അല്ലെങ്കിൽ വായ മൂടി കെട്ടണം എന്നതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പ്രിവെൻഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ ഒരു രീതിയിൽ കേട്ടോ. ഓക്കെ, അടുത്തത് അപ്പൊ മൗലിക അവകാശങ്ങൾ നമ്മുടെ കഴിഞ്ഞു. 12 മുതൽ 35 വരെ നമ്മൾ പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം അത് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? പറയൂ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ആർട്ടിക്കിള് ഏതൊക്കെയാണ്? നമ്മുടെ 29 തൊട്ട് 30 വരെ. 29, 30. അതായത് മൗലികാവകാശങ്ങൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം വരുന്ന ആർട്ടിക്കിൾ 29, 30. ഇത് എപ്പോഴും ചോദിക്കണതാണ് കേട്ടോ. അതാണ് ഞാൻ പിന്നെ എടുത്ത് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഭരണഘടനാ പ്രതിവിധിക്കുള്ളതോ? ഓക്കെ, ആർട്ടിക്കിൾ 32. ഇനി നമ്മൾ പറയാൻ പോണത് നിർദ്ദേശക തത്വങ്ങളാണ് കേട്ടോ. നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, നമ്മുടെ മൗലിക അവകാശങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോണത് നിർദ്ദേശക തത്വങ്ങൾ. ഈ 12 മുതൽ 35 വരെ നമ്മൾ മൗലിക അവകാശത്തെ പറ്റിയാണ് പഠിച്ചിരുന്നത്. ഓരോ ആർട്ടിക്കിൾ ആയിട്ട് നമ്മൾ പറയാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ പിന്നെ നമ്മള് പൗരത്വത്തിന്റെ ഒക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അതിലും ഞാൻ ആർട്ടിക്കിൾ പറഞ്ഞില്ല, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ 36 മുതൽ 51 വരെയാണ് ഇനി നമ്മൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങൾ പറഞ്ഞ് നമ്മൾ നിർത്തി. 35 വരെ. ഇനി 36 മുതൽ 51 വരെ പറയണ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുപോലെ തന്നെ കുറെ നിർദ്ദേശങ്ങള് പറയാന്നുള്ളൂ. വേറെ കഥയൊന്നുമില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ PSC കിട്ടണമെങ്കിൽ ഞാൻ പറയണ പോലെ എല്ലാ ദിവസവും പഠിക്കണം, എല്ലാ ദിവസവും ഒരു PYQ ചെയ്യണം, ക്ലാസ്സിൽ തരുന്ന നോട്ട്സ് പഠിക്കണം, എല്ലാ ദിവസവും തരുന്ന ടെസ്റ്റ് സീരീസ് എക്സാം എഴുതണം എന്നൊക്കെ ഞാൻ നിർദ്ദേശിക്കാനേ എനിക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ചെയ്യാത്തതിന് എനിക്ക് നിങ്ങളെ വീട്ടിൽ വന്ന് ശിക്ഷിക്കാനോ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അതേപോലെ തന്നെയാണ് ഈ നിർദ്ദേശക തത്വങ്ങള്. നമ്മുടെ രാജ്യം നല്ലൊരു ക്ഷേമ രാഷ്ട്രമാവാൻ, നല്ലൊരു രാഷ്ട്രമാവാൻ വേണ്ടി കുറെ കാര്യങ്ങൾ നിർദ്ദേശിച്ചു വെച്ചിട്ടുള്ളൂ. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. സമയവും സാഹചര്യം ഒക്കെ ഒത്തു വന്നാൽ നമ്മളത് നടപ്പിലാക്കും, അത്ര തന്നെ. അത് നടപ്പിലാക്കിയില്ല എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു സംഭവമാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ. അത് ആർട്ടിക്കിൾ അനുച്ഛേദം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ആണ് കേട്ടോ. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ആർട്ടിക്കിൾ. ഓക്കെ, നമ്മളിത് അയർലൻഡിന്റെ കയ്യിൽ നിന്നാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത്. മറക്കാണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അയലൊക്കത്തെ ചേച്ചിമാര്, ആന്റിമാര്, അങ്ങനെയുള്ളവര് നമ്മളെ നന്നാവാൻ വേണ്ടി കുറെ നിർദ്ദേശങ്ങൾ നമുക്ക് തരും. അപ്പൊ അയലൊക്കത്തുള്ളവര് നമ്മൾ നന്നാവാൻ വേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് തരും. ചിലപ്പോ PSC പഠിക്കേണ്ട, അത് പഠിച്ചിട്ടൊന്നും കാര്യമില്ല, അങ്ങനെ ആയിരിക്കും നിർദ്ദേശം തരിക. ചിലര് എന്താ പറയാ, വേറെ എന്തെങ്കിലും പഠിക്കാൻ വേറെ ജോലിക്ക് അങ്ങനെ പലതരം നിർദ്ദേശങ്ങൾ നമുക്ക് തരും. ഓക്കെ, ചിലത് നല്ലതാവാം, ചിലത് പൊട്ടയായിരിക്കാം. അപ്പൊ അങ്ങനെ അയർലൻഡ് അതുമായിട്ട് കണക്ട് ചെയ്യുക. അയൽവക്കത്തുള്ളവര് തരണതാണ് നിർദ്ദേശങ്ങൾ. ഓക്കെ, കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ. നിങ്ങളുടെ അയൽവക്കക്കാരൊക്കെ നല്ലതായിരിക്കും. ഓക്കെ,
അപ്പൊ നിർദ്ദേശക തത്വങ്ങള് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ രാജ്യം ചോദിച്ചാൽ അത് സ്പെയിനാണ്. സ്പെയിനാണ് നിർദ്ദേശക തത്വങ്ങൾ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെ, ഇനി ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കടം കൊണ്ടിട്ടുണ്ട്. അത് നമ്മുടെ ഈ പറഞ്ഞ ഭരണഘടനയുടെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയാൻ പറ്റിയ ഒരു സാധനമാണ് ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനോട് സദൃശമുള്ളതാണ് നിർദ്ദേശക തത്വങ്ങൾ. അറിഞ്ഞിരുന്നാൽ മതി, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനോട് പോലെ നിൽക്കണ സാധനമാണ് നിർദ്ദേശക തത്വങ്ങൾ. ഇത്രയും ക്ലിയർ ആയോ നിർദ്ദേശക തത്വങ്ങൾ എന്താണെന്ന്? എവിടുന്ന കടം കൊണ്ടേ നമ്മുടെ നിർദ്ദേശക തത്വങ്ങള്? അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ ആദ്യം വന്ന രാജ്യം ഏതാ? സ്പെയിൻ. ആർട്ടിക്കിള്, നിർദ്ദേശക തത്വത്തിന്റെ ആർട്ടിക്കിൾ എവിടെ തൊട്ട് എവിടം വരെയാ? 36 തൊട്ട് 51. 51 വരെ. 12 മുതൽ 35 വരെയാണ് ഈ മൗലിക അവകാശങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി ഈ ഇത് സച്ചു കമ്മിറ്റി അല്ല, സപ്രു കമ്മിറ്റിയാണ് കേട്ടോ, ഞാൻ കറക്റ്റ് ചെയ്തിടാം. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണെന്ന് ചോദിച്ചാൽ അത് സപ്രു കമ്മിറ്റി. സപ്രു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വഴിയാണ് നമ്മുടെ ഭരണഘടനയുടെ പാർട്ടായിട്ട് ഈ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങളും ആയത്. ഇനി ഈ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലായില്ല എന്ന് വെച്ചിട്ട് കൊണ്ടുപോയി കേസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കോടതിയെ സമീപിക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും ചൂഷണം ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് സമത്വം കിട്ടിയില്ല, അങ്ങനെ എന്തോ നമ്മുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ അപ്രോച്ച് ചെയ്യാം, നമ്മുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നും പറഞ്ഞു. പക്ഷെ അതേപോലെ ഈ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കണം എന്ന് പറഞ്ഞ ഒരു കേസിനും നമുക്ക് കോടതിയെ സമീപിക്കാനോ ഒന്നിനും പോകാൻ പറ്റില്ല. അപ്പൊ ഈ നിർദ്ദേശക തത്വങ്ങൾ നോട്ട് ജസ്റ്റിഷ്യബിൾ ആണ്. ഇനി നിയമനിർമ്മാണത്തിലും നിർവഹണത്തിലും രാഷ്ട്രം പിന്തുടരേണ്ട ചില അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അടുത്ത് കുറെ പേര് കുറെ നല്ല ഉപദേശങ്ങളൊക്കെ തരും, എല്ലാം ഒന്നും നമ്മൾ എടുക്കില്ല. പക്ഷെ അത് എടുത്ത ചിലവരെ നല്ല ഉപദേശങ്ങളൊക്കെ എടുത്ത ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് നന്നായിട്ട് പഠിക്കണം, ഡെയിലി ഇത്ര മണിക്കൂർ വെച്ച് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നല്ല കുറെ ഉപദേശം തന്ന അത് നിങ്ങൾ ലൈഫിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ജോലി കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാധനം രാഷ്ട്രം പിന്തുടരേണ്ട ചില അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് ഈ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങൾ. അത് പാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്, നമ്മുടെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഒരു നല്ല ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്ന് മാത്രമാണ് ഈ നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. ഇനി രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയാണ് നിർദ്ദേശക തത്വത്തില്. ഓക്കെ, ഇത് നടപ്പിലായില്ലെങ്കിൽ കോടതിയിൽ സമീപിക്കാൻ പറ്റില്ല, കേസിന് പോകാൻ പറ്റില്ല. സപ്രു കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മുടെ ഈ നിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുള്ളത്. ഒരു ക്ഷേമ രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പറഞ്ഞ മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നും കൂടി പറയൂട്ടോ നമ്മൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നാണ് ഇംഗ്ലീഷ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പോ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണേ. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ നിർദ്ദേശക തത്വം കിട്ടും. യൂണിഫോം സിവിൽ കോഡ് എന്ന് നിങ്ങൾ കേട്ടോ? യൂണിഫോം സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് കേട്ടോ? യൂണിഫോം സിവിൽ കോഡ് ആരും കേട്ടല്ലേ? ഒരേപോലത്തെ ഉള്ള നിയമം എല്ലാവർക്കും. അതൊക്കെ ഈ പറഞ്ഞ നിർദ്ദേശക തത്വത്തില് വരണതാണ്. ഗോവധ നിരോധനം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടണ്ട? ഗോവധ നിരോധനം അതൊക്കെ ഈ നിർദ്ദേശക തത്വത്തില്, നിങ്ങൾ ഇതൊന്നും കേട്ടല്ലേ?
അപ്പൊ ഇതൊക്കെ നിർദ്ദേശക തത്വത്തിൽ പെടുന്നതാണ്. നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ. ഗോവധം എന്ന് പറഞ്ഞാൽ മറ്റേ പശുവിനെ ഒന്നും വെട്ടരുതെന്ന്. ഓക്കെ. അപ്പൊ ക്ഷേമരാഷ്ട്രം ലക്ഷ്യമിട്ട് രാജ്യം ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അതില് ജനങ്ങളുടെ സംരക്ഷണവും സേവനവും, പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം ഒക്കെ. ഈ നിർദ്ദേശക തത്വം പ്രകാരമാണ് ഈ നമ്മള് ലേഡീസിന് പ്രസവ ആനുകൂല്യങ്ങളൊക്കെ, പ്രസവാവധിയൊക്കെ കിട്ടണത് ഈ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങളാണ്. ഈ നിർദ്ദേശക തത്വങ്ങൾ പറഞ്ഞിരിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാ പറഞ്ഞേക്കണം. പക്ഷെ അത് കാശും ബഡ്ജറ്റ് നമ്മുടെ നമുക്ക് അതനുസരിച്ചുള്ള വരുമാനവും കാശും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ പതുക്കെയാണ് അതൊക്കെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് നടപ്പിലാക്കാനൊന്നും പറ്റില്ല. അത് നടപ്പിലാക്കി കഴിഞ്ഞ ഒരു നല്ലൊരു ക്ഷേമരാഷ്ട്രമാവും ഇന്ത്യ. പക്ഷെ അത് നടപ്പിലാക്കിയില്ല എന്നും പറഞ്ഞിട്ട് ഒരു കേസിനോ ഒന്നിനും പോവാൻ പറ്റില്ല. അതൊക്കെയാണ് ഈ നിർദ്ദേശക തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങളിലാണ്. തത്വങ്ങൾ വരുന്ന ഭാഗം ചോദിച്ചാൽ ഭാഗം 4. മൗലിക അവകാശമാണെന്നുണ്ടെങ്കിൽ ഭാഗം 3 നിർദ്ദേശക തത്വങ്ങളാണെങ്കിൽ ഭാഗം 4. ഇമ്പോർട്ടന്റ് ആട്ടോ. മൗലിക അവകാശങ്ങളും ഭാഗം 3, നിർദ്ദേശക തത്വങ്ങളും ഭാഗം 4 ഇനി ഇത് രണ്ടിന്റെയും കൂടി ഒരു കമ്പാരിസൺ ആണ് കേട്ടോ. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും. മൗലിക അവകാശങ്ങള് ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഭരണകൂടത്തെ വിലക്കുന്നതിനാൽ നെഗറ്റീവായി കണക്കാക്കപ്പെടുന്നു. ഓക്കെ. അതായത് വേറൊന്നുമില്ല, മൗലിക അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. ആരെയും ചൂഷണം ചെയ്യാൻ പാടില്ല. അപ്പൊ അത് ചൂഷണം ചെയ്യുന്നത് വിലക്കാണ് ചെയ്യണത്. അപ്പൊ അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യണതിന് വിലക്കാണ് ചെയ്യണത്. മതസ്വാതന്ത്ര്യം, ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. എല്ലാ മതങ്ങളെയും ഇന്ത്യ ഒരുപോലെ കാണുന്നു. അപ്പോ അങ്ങനെ ഒരാളെ മതത്തിന്റെ അല്ലെങ്കിൽ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ പേരിൽ അവരെ വിവേചിക്കാൻ പാടില്ല, ഒരു വിവേചനം പാടില്ല എന്ന് പറഞ്ഞ് വിലക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ നെഗറ്റീവ് ആണെന്ന് കണക്കാക്കുന്നത്. എന്നാൽ നിർദ്ദേശക തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭരണകൂടത്തോട് പറയണത്. അത് ചെയ്യ്, ഇത് ചെയ്യ്, മറ്റേത് ചെയ്യ്, നമ്മുടെ വീട്ടിലെ അമ്മമാരുടെ പോലെ അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, മറ്റോണം ചെയ്യ്. അതേപോലെ കുറെ നിർദ്ദേശങ്ങൾ വരുന്നു. അപ്പൊ അത് പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. അല്ല, നമുക്ക് നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ പറയുമ്പോൾ അത് പോസിറ്റീവ് ആണ്. ഓക്കെ. നമ്മുടെ വ്യൂ പോയിന്റിൽ അത് നെഗറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ. ഇനി കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതിനാൽ ന്യായവാദത്തിന് അർഹമാണ്. അതാണ് ജസ്റ്റീഷ്യബിൾ എന്ന് പറയുന്നത്. നമുക്ക് മൗലിക അവകാശങ്ങൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് കോടതി പോകാവുന്നതാണ്. അതുകൊണ്ട് അത് കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ കഴിയും. എന്നാൽ നിർദ്ദേശക തത്വങ്ങളോ കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അത് ന്യായവാദത്തിന് അർഹമല്ല. ഇനി രാഷ്ട്രീയ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്നു. അതായത് ജനാധിപത്യത്തിന്റെ കുറച്ച് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മൗലിക അവകാശത്തിൽ പെടുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യപ്പെടുന്നു. അതായത് എല്ലാവർക്കും ഒരേപോലെ ഈക്വൽ ആവാനായിട്ട് കുറച്ച് ക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നിർദ്ദേശക തത്വങ്ങൾ പറയണത്. അതുകൊണ്ടാണ് അത് സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്നു എന്ന് പറയണത്. ഇതിന് നിയമാനുമതി ഉണ്ട്. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. ഇനി ധാർമ്മികവും രാഷ്ട്രീയവുമായ അനുമതി ഉണ്ട്. നമ്മൾ ഇനി പറയുമ്പോൾ മനസ്സിലാവും. അതായത് ഇത് ചെയ്താൽ നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു മോറൽ എത്തിക്സിന്റെ ഭാഗമാണത്. അല്ലാണ്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ചെയ്താൽ നല്ലതായിരിക്കും. ഇനി വ്യക്തികളുടെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ ക്ഷേമത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. നിയമനിർമ്മാണത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ സ്വയമേ നടപ്പിലാവുന്നു. നടപ്പിലാകാൻ പ്രത്യേക നിയമനിർമ്മാണം ഒക്കെ നടത്തിയിട്ട് വേണം ഇതൊക്കെ നടപ്പിലാവുള്ളൂ. നിർദ്ദേശക തത്വങ്ങൾ ജസ്റ്റ് കമ്പാരിസൺ ആണ്. ഓക്കെ. ഇത്രയും ക്ലിയർ ആയോ? നിർദ്ദേശക തത്വങ്ങൾ ക്ലിയർ ആയോ? നിർദ്ദേശക തത്വങ്ങൾ ക്ലിയർ ആയോ? അതായത് നിർദ്ദേശക തത്വത്തില് നമ്മള് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറയണാണ് ചെയ്യണത്.
അതായത് നമ്മുടെ രാജ്യം നന്നാവാൻ വേണ്ടിയിട്ട് കുറെ ക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അത് എവിടെയും കോടതിയിലൊന്നും പോയി വാദിച്ചെടുക്കാൻ പറ്റില്ല. നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഇന്ത്യ നല്ല രീതിയിൽ വളരെയാണ്. ഇൻകം ഒക്കെ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ പതിയെ അത് നമുക്ക് കൊണ്ടുവരാം. അത് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒരു ക്ഷേമ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ആർട്ടിക്കിളുമാണ് പറയുന്നത്. ആ ആർട്ടിക്കിളും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. അതില് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതില് 36 മുതൽ 51 എല്ലാം ഒന്നും നമ്മൾ പഠിക്കേണ്ട, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പറയണത്. ആർട്ടിക്കിൾ 36 സ്റ്റേറ്റ് എന്താണെന്നാണ് പറയണത്. ഓക്കെ, സ്റ്റേറ്റ് എന്താണ് എന്നതിനൊരു ഡെഫിനിഷൻ കൊടുക്കണതാണ്, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ആർട്ടിക്കിൾ 37 എന്ന് പറയണത് നിർദ്ദേശക തത്വങ്ങള് ന്യായവാദത്തിന് അർഹമല്ല. അതായത് നിർദ്ദേശക തത്വങ്ങള് നമുക്ക് കോടതിയിൽ പോയി സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് ആർട്ടിക്കിൾ 37 പറയണത്. ഇനി ആർട്ടിക്കിൾ 39 ഡി, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 39 ഡി പറയണത് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണം. അതായത് ഒരു സ്ത്രീയും പുരുഷനും ഒരേ ജോലി തന്നെ ചെയ്യുന്നു, പക്ഷെ ഒരു സ്ത്രീ ആയതിന്റെ പേരില് അവർക്ക് പൈസ കുറച്ച് കൊടുക്കുന്നു എന്നൊരു സംഭവമില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഇപ്പൊ ഒരു പണിക്ക് വീട്ടിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പുരുഷനാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പൈസ കൂടുതൽ കൊടുക്കുമായിരിക്കും. സ്ത്രീകൾക്ക് അത്രയും കിട്ടില്ല. സെയിം പണി തന്നെയാണ് ചെയ്യണത്, തുല്യ ജോലിക്ക് പക്ഷെ തുല്യ വേതനം കിട്ടിയെന്ന് വരില്ല. പക്ഷെ ആർട്ടിക്കിൾ 39 ഡി പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 39 ഡി ആണ്. ഇനി 39 എ പറയണത്, 39 ഡി തുല്യ ജോലിക്ക് തുല്യ വേതനം, ആ ഡി സ്മോൾ ലെറ്റർ കേട്ടോ. ഈ 39 എ പറയണത് തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം. അതായത് നമ്മുടെ ഈ പാവപ്പെട്ടവരായ ആൾക്കാർക്ക് ചിലപ്പോ വക്കീലിനെയൊക്കെ വെച്ച് കേസ് നടത്തണമെന്നൊന്നും അവർക്ക് സാധിക്കണമെന്നില്ല, അവർക്ക് അതിനുള്ള പൈസ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോ വക്കീലിനെ വെക്കാൻ പറ്റാത്തതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കേസിലൊക്കെ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ ഒരു തുല്യ നീതി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പാവപ്പെട്ടവരാണെങ്കിൽ സൗജന്യമായിട്ട് അവർക്ക് നിയമസഹായം കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 39 എ. 40 ആണെങ്കിൽ പഞ്ചായത്തുകളുടെ രൂപീകരണമാണ്, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണമാണ് 40. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പതുക്കെ പതുക്കെ പഠിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞു പോണമെന്നുള്ളൂ. 41 പറയണത് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, അംഗവൈകല്യം ഇങ്ങനെയുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പൊതുസഹായത്തിനുമുള്ള അവകാശത്തിന്റെ സാമ്പത്തികമായ കഴിവിന്റെയും വികസനത്തിന്റെയുമായ വ്യവസ്ഥ ഉണ്ടാക്കണം. അതായത് ഈ 41 പ്രകാരം ഈ എന്തെങ്കിലുമൊക്കെ വയ്യാത്ത ആളുകൾക്ക് പെൻഷനൊക്കെ നമ്മൾ കൊടുക്കില്ലേ, ഈ അംഗവൈകല്യം ഉള്ളവർക്ക്, അങ്ങനെയൊക്കെ പറയണ അവരുടെ ഒരു ക്ഷേമത്തിന് വേണ്ടി ചെയ്യണ കാര്യങ്ങൾ പറയണതാണ് ആർട്ടിക്കിൾ 41 പറയണത്. ക്ലിയർ ആവണുണ്ടോ? തുല്യ ജോലിക്ക് തുല്യ വേതനം ഏതാ ആർട്ടിക്കിള്? 39 ഡി. 39 ഡി. 41 പറയണത് ഒന്ന് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ജോലി ചെയ്യാനുള്ള അവകാശം, അതൊക്കെയാണ്. ഈ തൊഴിലില്ലായ്മ, വാർദ്ധക്യം, അംഗവൈകല്യം അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അംഗവൈകല്യം, രോഗം അവർക്കൊക്കെ ഉള്ളവർക്ക് ഒന്ന് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, പിന്നെ അതേപോലെ തന്നെ അവർക്ക് ജോലി ചെയ്യാനായിട്ട് അവരുടെ അവകാശം, അങ്ങനെയൊക്കെ പറയണ ആർട്ടിക്കിൾ ആണ് 41. ഇതിൽ ഇമ്പോർട്ടന്റ് 40 വെരി വെരി ഇമ്പോർട്ടന്റാ. ആർട്ടിക്കിൾ 39 ഡി ഇമ്പോർട്ടന്റാ. ഇതും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 39 എ സൗജന്യ നിയമസഹായം. ഇനി അടുത്തത് കുറച്ച് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് പോവാം, അത് കഴിഞ്ഞ് ഞാൻ അത് പറയാം. ഈ 44 നോക്കിയേ, ഈ 44 ഏകീകൃത സിവിൽ കോഡിനെ പറ്റി പറയണത്. ഏകീകൃത സിവിൽ കോഡുള്ള ഏക സംസ്ഥാനം ഗോവയാണ് കേട്ടോ. ഇപ്പൊ ഏകീകൃത സിവിൽ കോഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറെ പരിപാടികളൊക്കെ നടന്നിരുന്നു. ഓക്കെ, ഇവിടെ നോക്കിയേ, ആർട്ടിക്കിൾ 44 4 4 അല്ലെ, ഇത് രണ്ടും ഒരേപോലെ യൂണിഫോം ആയിട്ട് ഒരേപോലെയാണ് ഇരിക്കണേന്ന് ആലോചിക്കുക. അപ്പൊ ഇതിന്റെ ആർട്ടിക്കിൾ കിട്ടും, ആർട്ടിക്കിൾ 44. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 45 നോക്കിയേ.
നിങ്ങൾ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകാൻ രാഷ്ട്രം ശ്രമിക്കണം എന്ന് പറയുന്നതാണ് അത്. അംഗനവാടിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ശൈശവകാല പരിചരണങ്ങൾക്ക് അവർക്ക് പാലും മുട്ടയും അങ്ങനെയൊക്കെ കിട്ടും. ഓക്കെ, അപ്പൊ അതൊക്കെ ഈ 45 വരണതാണ്. അത് നിങ്ങൾ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കല്ലേ, ഈ 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 അങ്ങനെ രീതിയിൽ കണക്ട് ചെയ്യുക. 44 യൂണിഫോം സിവിൽ കോഡ്. ഇത് തെറ്റിക്കരുത് കേട്ടോ, 4 ഒരേപോലെ ഇരിക്കുന്നു, അതുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ്. ഇനി വേറെ ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടാൻ എളുപ്പമുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആർട്ടിക്കിൾ 47 പ്രകാരമാണ് മദ്യനിരോധനം. ഈ സമ്പൂർണ്ണ മദ്യനിരോധനം ഉള്ള ഒരേ ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ഈ 47 നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിക്കുക. 4 കാലില് 7 ദിവസം വെള്ളം അടിച്ചിട്ട് വരും. 4 കാലില് 7 ദിവസം, ആഴ്ചയിൽ 7 ദിവസം അല്ലേ, അപ്പൊ ആഴ്ചയിൽ 7 ദിവസം വെള്ളം അടിച്ചിട്ട് വരും. അപ്പൊ അത് നിരോധിക്കണതാണ് ആർട്ടിക്കിൾ 47 കൊണ്ട് ഉദ്ദേശിക്കണം, മദ്യനിരോധനം. ഇനി ഈ 48 ഗോവധ നിരോധനാണ്. അത് നിങ്ങൾ ആലോചിക്കേണ്ടത് പശുവിനെ വെട്ടരുത് എന്ന് ആലോചിച്ചാൽ മതി. വെട്ടരുതില് ഒരു 8 ഉണ്ട്, അപ്പൊ 48 കിട്ടും. 48 ഗോവധ നിരോധനം. ഇനി 48 A ഉണ്ട്, അപ്പൊ 48 വെട്ടരുത്. അടുത്തത് നിങ്ങൾ അത് വെച്ച് വെട്ടരുത് എന്ന് നോക്കി വെച്ചിട്ട് പരിസ്ഥിതി സംരക്ഷിക്കണം, വനം വന്യജീവിയൊക്കെ സംരക്ഷിക്കണം, മരങ്ങളൊന്നും വെട്ടിക്കൂടാ എന്നുള്ള രീതിയിൽ ഒരുമിച്ച് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞ ആർട്ടിക്കിൾ എങ്കിലും കിട്ടിയോ? ബാക്കിയുള്ളത് പഠിക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് ആർട്ടിക്കിൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. കിട്ടിയോ? കിട്ടി. ഓക്കെ. തുല്യ ജോലിക്ക് സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം കിട്ടണം. ഏത് ആർട്ടിക്കിള്? 39D. 39D. അത് നിങ്ങൾ വേണമെങ്കിൽ വേണ്ട, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും. ഇനി ക്ലൂ പറഞ്ഞു തന്നെ. യൂണിഫോം സിവിൽ കോഡ് 44. മദ്യനിരോധനം 47. ഗോവധ നിരോധനം 48. കുറച്ചൊക്കെ കിട്ടിയില്ലേ? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ഓർമ്മയുണ്ടോ? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ഇമ്പോർട്ടന്റ് ആട്ടോ. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം അതിന് കൂടൊന്നും എനിക്ക് കിട്ടിയില്ല. 40 കേട്ടോ, 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കോഡ് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, നമുക്ക് ആദ്യം തുടങ്ങിയടത്തുനിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 39D സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതന എന്ന് പറഞ്ഞു. 39A പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം. 39A എന്ന് പറയുന്നത് സൗജന്യ നിയമസഹായമാണ് കേട്ടോ. 40 ഈ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. 41 എന്ന് പറഞ്ഞാൽ 41 അങ്ങനെ പഠിക്കണ്ട, അത്ര ഇമ്പോർട്ടന്റ് അല്ല. 42 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവ ആനുകൂല്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, പ്രസവ ആനുകൂല്യം ഒക്കെ കിട്ടണത് 42 പ്രകാരമാണ് പ്രസവ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡെലിവറി കേസുകൾ, ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പ്രസവ ആനുകൂല്യങ്ങളൊക്കെ കിട്ടണത് ഏത് ആർട്ടിക്കിൾ പ്രകാരം? 42 പ്രകാരം. ഓക്കെ, 42 പ്രകാരം. ഓക്കെ, 43 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കൂലി ഉറപ്പുവരുത്തണം. ഒരാൾക്ക് ജീവിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കൂലി നമുക്ക് ഉറപ്പുവരുത്തണം എന്ന് പറയാം. ചില ജോലികൾ നിങ്ങൾക്കറിയാം ഇപ്പോഴും ഒരു മിനിമം ഒരു 10,000 രൂപയെങ്കിലും നമ്മൾ കൊടുക്കണം എന്നൊക്കെ സാധാരണ നമ്മൾ പറയും. ഒരു 2,000 രൂപ കുറെ പണിയെടുപ്പിച്ചിട്ട് 2,000 രൂപ കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായില്ല. അപ്പൊ തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കൂലി ഉറപ്പുവരുത്തണം. അതാണ് 43. ഇനി അതേപോലെ തന്നെ അതിൽ കുടിൽ വ്യവസായങ്ങളൊക്കെ പറയണത് അതിലാണ്. ഇനി 43A പറയണത് വ്യവസായശാലകളിലെ നടത്തിപ്പിന് തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തൽ. അതാണ് വ്യവസായശാലകളുടെ നടത്തിപ്പിന് തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണതാണ് 43A. ഓക്കെ, 43A. ഓക്കെ, ഈ 43B സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുകയാണ്. അത് 97ാമത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് 43B. ഞാൻ 2 വട്ടം ഒന്നും കൂടി പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറേശ്ശെ കിട്ടും. 44 യൂണിഫോം സിവിൽ കോഡ്. 45 ഞാൻ പറഞ്ഞു, ഇവിടെ 5 ഉണ്ട്. അപ്പൊ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ആലോചിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അല്ലെങ്കിൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ, 6 വയസ്സിൽ താഴെ എന്ന് പറയുമ്പോൾ 5 വയസ്സ് വരെയാണല്ലോ, അങ്ങനെയുള്ള കുട്ടികളെ ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും കൊടുക്കുന്നതാണ് 45.
46 പട്ടികജാതികളുടെയും പട്ടിക ഗോത്രവർഗക്കാരുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും അവരുടെ വിദ്യാഭ്യാസം അത്ര ഇമ്പോർട്ടന്റ് അല്ല. മദ്യനിരോധനം ഇമ്പോർട്ടന്റ് ആണ്. 47 അത് ഞാൻ പറഞ്ഞു, കോഡ് പറഞ്ഞു. 48 ഇമ്പോർട്ടന്റ് ആണ്. 48A അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ പരിസ്ഥിതി സംരക്ഷണം. 43 50 ഇമ്പോർട്ടന്റ് ആണ്. 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങള്, സ്ഥലങ്ങള്, വസ്തുക്കള് അതൊക്കെ സംരക്ഷിക്കുക. ഇപ്പൊ നമ്മുടെ താജ്മഹൽ ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്മാരകമാണ്. അപ്പൊ അതൊക്കെ സംരക്ഷിക്കുക. ഇനി 50 പറയണത് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കുക. കാര്യനിർവഹണ വിഭാഗത്തിൽ പറയണതാണ് ഈ നമ്മുടെ പാർലമെന്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ നമ്മുടെ ജുഡീഷ്യറിനെ, കോടതിനെ, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യനിർവഹണ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി എക്സിക്യൂട്ടീവ് എന്താണെന്നൊക്കെ പറയൂ കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ച് ഷോർട്ടാക്കി പറയണത്. അപ്പൊ ഈ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണം എന്ന് പറയണ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 50. ഓക്കെ, അപ്പൊ നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണം എന്ന് പറയണത് 50-ലാണ്. 51 ഇമ്പോർട്ടന്റ് ആണ്. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുക. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുക. കിട്ടിയ കുറച്ചൊക്കെ ആർട്ടിക്കിൾ കിട്ടിയ ആർട്ടിക്കിൾ കിട്ടിയ എപ്പോഴും ചോദിക്കണ കുറച്ച് ആർട്ടിക്കിൾ മാത്രം പഠിച്ചാൽ മതി. ഒന്നും കൂടി ചോദിക്കാം. യൂണിഫോം സിവിൽ കോഡ് 44 ഗോവധ നിരോധനം 48 മദ്യനിരോധനം 47 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം 40 തുല്യ ജോലിക്ക് തുല്യ വേതനം 39-ല് ഡി 39-ല് ഡി ഡി എനിക്ക് ഡി എന്ന് പറയുമ്പോ നമ്മൾ പെൺകുട്ടീനെ ആലോചിക്കുക. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. ആണിനും പെണ്ണിനും ഒരേപോലെ തുല്യ ജോലിക്ക് തുല്യ അത്. ഇനി പ്രസവാനുകൂല്യം 42 കേട്ടാ. 42 കുറെയൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം. ഇനി പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പരിസ്ഥിതി സംരക്ഷണം 48-ലെ എ. ഇനി ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം നിങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് ആ ഒരു ഓർഡറിൽ ഇങ്ങനെ വായിക്കുമ്പോ കുറച്ച് നന്നായിട്ട് പഠിക്കുമ്പോ കിട്ടും കേട്ടോ. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. 49-ലാണ് അത് പറയണത്. ഇനി ജുഡീഷ്യറിയെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് മാറ്റി നിർത്തല്, വേർതിരിക്കണം. കിട്ടോ? അല്ല, 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങള്, 50 ജുഡീഷ്യറിനെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണം എന്ന് പറയാ. ഓക്കെ, 51 അന്താരാഷ്ട്ര സമാധാനം കേട്ടാ. 50 ജുഡീഷ്യറിനെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണം. 50-50 എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, പപ്പാതി എന്നുള്ള രീതിയിൽ. ഓക്കെ, ഞാൻ വെറുതെ എക്സാമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. 51 അന്താരാഷ്ട്ര സമാധാനം, 48 ഗോവധ നിരോധനം, 48A പരിസ്ഥിതി സംരക്ഷണം. ഓക്കെ, 44 യൂണിഫോം സിവിൽ കോഡ്, 47 മദ്യനിരോധനം, പിന്നെ പ്രസവാനുകൂല്യം 42, 39 ഡി തുല്യ ജോലിക്ക് തുല്യ വേതനം, 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ഇത്രയെങ്കിലും കിട്ടുമോ? ഇപ്പൊ പറഞ്ഞത് കിട്ടുമോ? ഇതില് 40 എന്തായാലും പഠിക്കണം കേട്ടോ. 40, 50, 51 ഒക്കെ പഠിക്കണേ. ഇനി നിർദ്ദേശക തത്വങ്ങളെ പറ്റി കുറച്ച് വിശേഷണങ്ങളാണ്. നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയണത് BR അംബേദ്കർ പറഞ്ഞതാണ്. നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നിർദ്ദേശക തത്വത്തെ വിശേഷിപ്പിച്ചതാണ് അംബേദ്കർ. അതേപോലെ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, കുറെ നിർദ്ദേശങ്ങളാണല്ലോ, അത് പറഞ്ഞത് BR അംബേദ്കർ ആണ്. ഇനി നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളുമാണ് ഭരണഘടനയുടെ മനസാക്ഷി എന്ന് പറഞ്ഞത് ഗ്രാൻഡ് വിലെ ഓസ്റ്റിൻ. ഇമ്പോർട്ടന്റ് ആയിട്ടാ, ഗ്രാൻഡ് വിലെ ഓസ്റ്റിൻ. ഓക്കെ, അപ്പൊ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞതും ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞതും BR അംബേദ്കർ. ഇനി മൗലിക അവകാശങ്ങളും
നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ മനസാക്ഷിയാണെന്ന് പറഞ്ഞത് ഗ്രാൻവിലെ ഓസ്റ്റൻ. ഇനി ഇതില് ഈ പറഞ്ഞ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങൾ ഉണ്ടല്ലോ, ഈ നിർദ്ദേശക തത്വങ്ങള് ചിലത് ഗാന്ധിയൻ നിർദ്ദേശങ്ങളാ. ഈ ഗാന്ധിജി പറഞ്ഞതാണ് ഈ കുടിൽ വ്യവസായം, അങ്ങനെയുള്ള ഗോവധ നിരോധനം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഗാന്ധിജിയുടെ കുറച്ച് ആശയങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഗാന്ധിയൻ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 43 ഈ പഞ്ചായത്തുകളുടെ രൂപീകരണം ഒക്കെ ഈ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ ഒരു ആശയാണ്. 43B, 46, 47, 48. ഇത് ഒരു ഓർഡറിൽ പഠിച്ചാൽ മതി. 40, 43 മാത്രമേ ഉള്ളൂ. പിന്നെ 46, 47, 48. അത് ഗാന്ധിയൻ. സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ് ഒക്കെ ഇനി എന്താന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയൂ കേട്ടോ. ഓക്കെ, അപ്പൊ 38, 39, 39A, 41 ഇത് നിങ്ങൾ പറ്റിയ പഠിച്ചാൽ മതി. ലിബറൽ ഇന്റലക്ച്വൽ ഞാൻ ഇട്ടു എന്നുള്ളൂ, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ പഠിച്ചാൽ മതി. ഞാൻ എത്ര തന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, പറ്റിയതൊക്കെ പഠിച്ചാൽ മതി. ഈ ഗാന്ധിയൻ ആർട്ടിക്കിൾ മാത്രം ഒന്ന് നോക്കി വെക്കുക. 46, 47, 48 മദ്യനിരോധനം അദ്ദേഹത്തിന്റെയാണ്, ഗോവധ നിരോധനം അദ്ദേഹത്തിന്റെയാണ്. ഓക്കെ, അപ്പൊ ഈ പഞ്ചായത്തുകളുടെ രൂപീകരണം ഇത് ഗാന്ധിയൻ അനുച്ഛേദ ആർട്ടിക്കിൾ ആണ്. ഇത് മാത്രം ഒന്ന് നോക്കി വെക്കുക, ഗാന്ധിയൻ ആർട്ടിക്കിൾ. ഓക്കെ, 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. നിർദ്ദേശക തത്വങ്ങൾ കിട്ടിയോ? എന്താ നിർദ്ദേശക തത്വങ്ങൾ എന്ന് മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യ്. നിർദ്ദേശക തത്വങ്ങൾ എന്താന്ന് മനസ്സിലായോ? ഞാൻ പറയണത് കേൾക്കണില്ലേ? മനസ്സിലായി. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അല്ലെ. ഇപ്പൊ മദ്യനിരോധനം നടത്തി കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ, കുറെ കുടുംബത്തിൽ നല്ല സമാധാനം കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു നിർദ്ദേശങ്ങൾ വെക്കാനേ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മുടെ സമയവും സാഹചര്യവും അതിനനുസരിച്ച് അവസരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാം. അത് നടപ്പിലാക്കിയാൽ നമ്മുടെ രാജ്യം ഒരു ക്ഷേമ രാഷ്ട്രമാകും. അതാണ് കൺസെപ്റ്റ്. അപ്പൊ 2-3 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? അയർലൻഡ്. എല്ലാവരും ആൻസർ പറയണേ. ആർട്ടിക്കിൾ പറഞ്ഞേ, എവിടെ തൊട്ട് എവിടം വരെയാ? ആർട്ടിക്കിൾ മറന്നുപോയാ? കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ല, മൗലിക അവകാശങ്ങളുടെ ആർട്ടിക്കിൾ കഴിയുന്നിടത്തുനിന്ന് തുടങ്ങണം. പറയും. 36 മുതൽ 51 വരെ. 36 മുതൽ 51 വരെ കേട്ടാ. ഇനി അടുത്തത് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. ഓപ്ഷൻ 1, ഇത് നിർദ്ദേശക തത്വം ആണോ എന്നാണ് ചോദിക്കേണ്ടത് കേട്ടാ. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. ശരിയാണ്. അന്തർദേശീയ സമാധാനം നമ്മള് ആർട്ടിക്കിള് ഏത് ആർട്ടിക്കിളാന്ന് ഓർമ്മയുണ്ടോ? അന്തർദേശീയ സമാധാനം 51. 51 നമ്മൾ അന്താരാഷ്ട്ര സമാധാനത്തെ പറ്റി പറയുന്നുണ്ട്. ഇനി അടുത്തത് കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, അങ്ങനെ പറയണ്ട. കുടിൽ വ്യവസായം ത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അത് ഒരു മാർഗനിർദ്ദേശക തത്വമാണ്. ഇനി ജീവിത നിലവാരം ഉയർത്തുക, അതുണ്ടോ? നമ്മൾ ഈ നിർദ്ദേശക തത്വങ്ങൾ തന്നെ കാര്യം പറയണത് ഈ നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നൊരു കൺസെപ്റ്റ് ആണ്. അതാണ് ക്ഷേമരാഷ്ട്രം എന്നൊക്കെ പറയണത്, അതുകൊണ്ടാണ്. അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയങ്ങൾ. ഒന്നാമത്തെ അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മളിപ്പോ തന്നെ പറഞ്ഞു. മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക, ശരിയോ തെറ്റോ? തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് വിഭവങ്ങളുടെ തുല്യ വിതരണം. പറയൂ. തെറ്റല്ലല്ലോ, അത് ശരിയല്ലേ. നമ്മൾ ഈ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങൾ എന്നൊക്കെ പറയണത് ഒരു തുല്യതയൊക്കെ കൊണ്ടുവരാൻ. അതാണല്ലോ 39D ഒരേപോലത്തെ ജോലിക്ക് തുല്യമായിട്ട് സാലറിയും കിട്ടണം എന്നൊക്കെ പറയണത്. അപ്പൊ വിഭവങ്ങളൊക്കെ തുല്യമായിട്ട് വിതരണം ചെയ്യണം എന്നൊക്കെ ഒരു കൺസെപ്റ്റ് അതിനുണ്ട്. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ശരിയാണ്. കണ്ടന്റ് മനസ്സിലായില്ല എന്താ ഉദ്ദേശിക്കണേന്ന്.
ഇനി ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് എടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം അതേതാ? ഓപ്ഷൻ എ മൗലിക കർത്തവ്യങ്ങൾ, ഓപ്ഷൻ ബി മൗലിക കടമകൾ, ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ. പറയൂ. ക്ഷേമരാഷ്ട്രം എന്ന് പറയുമ്പോ അവിടെ എന്തിട്ടാ വേണ്ടേ? നിർദ്ദേശക തത്വങ്ങൾ. ഇംഗ്ലീഷിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി കേട്ടോ. ഓക്കെ. ഈ നിർദ്ദേശക തത്വങ്ങളില് മെയിൻ ആയിട്ട് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, കുടിൽ വ്യവസായം, ലഹരി വസ്തുക്കളുടെ നിരോധനം, അതൊക്കെ ഇതിൽ വരണതാണ് കേട്ടോ. പിന്നെ ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനങ്ങളുടെ സംരക്ഷണവും സേവനവും ഉണ്ട്, വിഭവങ്ങളുടെ വിതരണം ഉണ്ട്, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, അതൊക്കെ അതിൽ പെടുന്നതാണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4 ഉൾപ്പെടുന്നു. ശരിയോ തെറ്റോ? ശരിയാ. ശരിയാണ്. നമ്മൾ പറഞ്ഞു ഭാഗം 4 ഒരു ക്ഷേമരാഷ്ട്രത്തെ ലക്ഷ്യം വെക്കുന്നു. ശരിയാണ്. ഐറിഷ് ഭരണഘടനയിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. ശരിയാ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നേടിയെടുക്കാം. പറ്റില്ല. തെറ്റാണ്. പറ്റില്ല. ഇനി കുടിൽ വ്യവസായത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ഓർമ്മയുണ്ടോ? കുടിൽ വ്യവസായം 43 കേട്ടോ. 43 തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി, അതേപോലെ തന്നെ കുടിൽ വ്യവസായത്തെ പറ്റിയൊക്കെ ചോദിക്കണത് പറയണത് കേട്ടോ. ഓക്കെ. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടത്. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. പറയൂ. നിർദ്ദേശക തത്വത്തിന്റെ മെയിൻ ലക്ഷ്യം തന്നെ എന്താണ്? ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക അല്ലെ. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാം. തെറ്റാണ്. അടുത്തത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാണ്. ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കുടിൽ വ്യവസായം, അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, മദ്യനിരോധനം, അതൊക്കെ ഗാന്ധിയൻ ആശയങ്ങളാണ്. അടുത്തത് നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. ശരിയാണ്. ശരിയാണ്. നയരൂപീകരിക്കാൻ അതേപോലെ പദ്ധതിക്കൊക്കെ രാഷ്ട്രം കുറച്ച് കാര്യങ്ങൾ പിന്തുടരണം. അത് പിന്തുടർന്നു കഴിഞ്ഞാൽ നല്ലതാണ് എന്നുള്ള രീതിയിലാണ് പറയണത് ക്ഷേമരാഷ്ട്രം. അടുത്തത് നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തത് കണ്ടുപിടിക്കാം. നിരോധനവും കുടിൽ വ്യവസായവും ഉണ്ടാ? ഉള്ളതാണ്. ഏകീകൃത സിവിൽ കോഡ് ഉണ്ട്. നിയമത്തിനു മുന്നിൽ സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ഉണ്ടോ? ഇല്ല. അതെവിടെയാപ്പോ? മൗലികാവകാശങ്ങൾ. മൗലിക അവകാശമാണ് അല്ലെ. നമ്മൾ പറഞ്ഞു നിയമത്തിന് മുന്നിൽ സമത്വം, അതേപോലെ തന്നെ വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. ഇനി ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവും തുല്യ ജോലിക്കൊക്കെ തുല്യ വേതനവും അതും നിർദ്ദേശക തത്വങ്ങളാണ്. ഇത് നിങ്ങൾ തെറ്റിപ്പോണത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മൗലിക അവകാശങ്ങൾ പഠിക്കും, നിർദ്ദേശക തത്വങ്ങൾ പഠിക്കും, ഇനി മൗലിക കടമകളും ഒക്കെ പഠിക്കും. അപ്പൊ ഇതിൽ ഏതാണ് മൗലിക അവകാശം, ഏതാണ് മാർഗനിർദ്ദേശക തത്വം, ഏതാണ് മൗലിക കടമകൾ എന്ന് തെറ്റിപ്പോകും. അതുകൊണ്ട് ഇത് വൃത്തിക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ. ആർട്ടിക്കിൾ 44 അനുസരിച്ച് എന്താ പറയണ? ആർട്ടിക്കിൾ 44 സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കൊടുത്താണ്. അന്താരാഷ്ട്ര സമാധാനം, സിവിൽ കോഡ് കേട്ടോ. 47 മദ്യനിരോധനം. 47 മദ്യനിരോധനം. ഓക്കെ. ഇനി ഭരണഘടനയുടെ മനസാക്ഷി എന്ന നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ആരാന്നറിയോ? HR ഗന്ന, ജോൺ ഓസ്റ്റിൻ, ഓസ്റ്റിൻ വാരിയർ, ഗ്രാൻവിലെ ഓസ്റ്റിൻ. നേരത്തെ നമ്മൾ പറഞ്ഞതാ ഗ്രാൻവിലെ ഓസ്റ്റിൻ കേട്ടാ, ഭരണഘടനയുടെ മനസാക്ഷി എന്നുള്ളത്. ഇനി 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശൈശവ കാല പരിചരണവും വിദ്യാഭ്യാസവും പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 45.
ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ഞാൻ കൂടുതൽ ഒന്നും വേറെ എടുക്കണില്ല. ഞാൻ മൗലിക കടമകളും കൂടി എടുക്കണം എന്ന് വെച്ചിട്ടാണ് വന്നത്. അതും കൂടി പറഞ്ഞു പോണോ? കൺഫ്യൂഷൻ ആവോ? എടുക്കണോ? നിങ്ങൾ പറഞ്ഞെടുക്കും. അധികമൊന്നുമില്ല മൗലിക കടമകള്. വേണോ? പറയൂ. ഇരിക്കോ? അതും കൂടി പറയട്ടെ ഞാനെന്നാ. ഓക്കെ, ആരും ഒന്നും പറയണില്ലല്ലോ. വേണ്ട, എല്ലാം കൂടി ആവുമ്പോൾ കൺഫ്യൂഷനോ. ഇത്രയും അടുത്ത ദിവസത്തേക്ക് പഠിച്ചിട്ട് വരിക. മൗലിക കടമകള് ഇനി മൗലിക അവകാശം ഇതൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷനോ. ഓക്കെ, അപ്പൊ താങ്ക് യു.